ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ രാഹുലിൻ്റെ കിടപ്പ് കണ്ട് രൂപ ചോദിക്കുകയാണ്, ആരെ കൊല്ലണമെന്ന് ആലോചിച്ച് കിടക്കുമായിരിക്കും അല്ലേ? അത് കേട്ടതും, ഓ നീയോ? ആ അതെ, ഞാൻ തന്നെയാടാ. എന്തിനാടാ എൻ്റെ ചന്ദ്രേട്ടനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നുണ പറയരുത്, മിണ്ടിപ്പോരുത്. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല പോലും. എന്തൊരു കാര്യമാണ് നീ ചെയ്തു കൂട്ടുന്നത് മുഴുവനും. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് രൂപ ഒരുപാട് വഴക്കു പറയുക. ഇത് കേട്ടതും നമ്മുടെ കല്യാണി, ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ താൻ എന്തിനാണ് ഒളിച്ചു നടന്നേ? ഒളിച്ചു ജീവിക്കുന്നത് എന്തിനാ? താൻ ഒളിച്ചു താമസിക്കുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്, എൻ്റെ കിരണേട്ടനെ അടിച്ചു വീഴ്ത്തിയത്. അത് പിന്നെ കിരൺ വീണപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും എൻ്റെ മേലെ സംശയിക്കുള്ളെന്ന്. അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം മാറിയത്. ഞാൻ അവനെ ഒന്നും ചെയ്തിട്ടില്ല എന്നും രാഹുൽ. കള്ളം പറയുന്നോടാ. ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും സന്തോഷത്തോടെ ജീവിക്കുന്നത് നിനക്ക് സഹിക്കുന്നില്ല. അതുകൊണ്ടല്ലേടാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എൻ്റെ രൂപേ, ഞാൻ നിൻ്റെ മക്കളെയും നിൻ്റെ ഭർത്താവിനെയും ഒന്നും ചെയ്തിട്ടില്ല. നുണ പറയണ്ട. നിൻ്റെ ആളുകൾ വന്ന ഇന്നലെ എൻ്റെ ചന്ദ്രേട്ടനെ ഉപദ്രവിച്ചെന്ന് എനിക്കറിയാം. എൻ്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നതുകൊണ്ട് അവനെ പേടിച്ചോടി. വെച്ചാനായിരുന്നു ഞാൻ അവൻ്റെ നെഞ്ചത്ത് വെടി. പക്ഷേ മിണ്ടാതെ വിട്ടതെന്തുകൊണ്ടാണെന്നറിയാമോ? എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അങ്ങനെ ജയിലിൽ പോയി കിടക്കാൻ എനിക്ക് മനസ്സില്ലടാ. അതുകൊണ്ട് തന്നെയാണ് വെടിവെക്കാതെ അവനെ ഞാൻ വെറുതെ വിട്ടത്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അവനെ കൊന്നു കളഞ്ഞാന്നെ. എടാ, നിനക്കറിയാലോ നിൻ്റെ മോളുടെ ജീവിതം താറുമാറായെന്ന്. പിന്നെ എന്തിനാടാ ഇത്ര കഷ്ടപ്പെട്ട് അവൾക്ക് വേണ്ടി നീ ചാകുന്നേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൾക്ക് വേണ്ടി ഇങ്ങനെ ചത്തിട്ട് അവസാനം നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. മറ്റുള്ളവരെ കൊന്നും കൊല വിളിച്ചും എന്തൊക്കെ ചെയ്തിട്ടും സ്വന്തം മോളുടെ ഭാവി തകർന്നു. അതിനെക്കുറിച്ച് ഓർത്ത് നീ ഇനി എന്ത് ചെയ്യണമെന്ന് ഓർത്ത് നടന്നിട്ട് ഒരു കാര്യമില്ല. ഒരുത്തനെ കല്യാണം കഴിച്ച് അവൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച് അവളെ ഇനി ആരെങ്കിലും കല്യാണം കഴിക്കോടാ? അവളുടെ ജീവിതം എന്നേക്കുമായിട്ട് തകർന്നു. ഇനിയെങ്കിലും മറ്റുള്ളവരെ ഒന്ന് വെറുതെ വിട്. ഇത്രയും നാൾ നീ മകൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്, അവളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് നീ ഓരോന്ന് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം നിനക്കൊന്ന് മനസ്സിലായില്ലേ, അവളുടെ സന്തോഷം എല്ലാം നഷ്ടപ്പെട്ടു എന്ന്. അതുകൊണ്ട് ഇനി നീ നിൻ്റെ കാര്യം നോക്കി ജീവിക്കാൻ നോക്ക്. കൊന്നു കളയും ഞാൻ. എൻ്റെ ആങ്ങളെയാ, ഒരു കാലത്ത് നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച പെങ്ങളാ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് രൂപ രാഹുലിൻ്റെ താടിക്ക് കുത്തിപ്പിടിച്ചു. അതിനുശേഷം ഒന്ന് മനസ്സിൽ കുറിച്ചിട്ടോ, എൻ്റെ ഭർത്താവിനോ എൻ്റെ മക്കൾക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ നീ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. നീ തീർന്നു എന്നും പറഞ്ഞുകൊണ്ട് രൂപ രാഹുലിൻ്റെ താടി ഒരൊറ്റ തട്ട് തട്ടിയിട്ട് അവിടെ നിന്നും പോവുക. അപ്പോൾ കല്യാണിയും പോയി. ഈ സമയം രാഹുൽ ഓരോന്ന് ആലോചിച്ച് കിടക്കുക. ഈശ്വര, ഇവളാകെ കലിയും തുള്ളിയാണ് വന്നിരിക്കുന്നത്. ഞാനാണെന്നെങ്ങാനും അറിഞ്ഞ പണിയും കിട്ടും. ഇതേ സമയം പിന്നീട് കാണിക്കുന്ന വീട്ടിലാണ്. വീട്ടിൽ കിരണും കല്യാണിയും കാർത്തികയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ കിരണിൻ്റെ അച്ഛനെ തല്ലിയതും അവൻ തന്നെയാണ്, ഗംഗാപ്രസാദ്. കാരണം അവനെ വിക്രത്തിൻ്റെ കൂടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ വിചാരിക്കുന്ന പോലെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അത് ശരിയാ. എന്തൊക്കെയായാലും അവനെ വെറുതെ വിടാൻ കഴിയില്ല. അവൻ ഈ നാട്ടിലേക്ക് വന്നപ്പോൾ തന്നെ എൻ്റെ ബന്ധുക്കൾ ആരാണ്, എൻ്റെ കൂടെ നിൽക്കുന്നവരാരാണ്, എൻ്റെ ശത്രുക്കൾ ആരാണെന്നൊക്കെ നന്നായിട്ട് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് കിരൺ വന്നത്. അങ്ങനെയാണെങ്കിൽ കിരണിനെ ആക്രമിച്ചതും രക്ഷിച്ചതും അവൻ തന്നെ. ജെറി ജോൺ എന്ന പേരിൽ അവൻ നിങ്ങളുടെ മുൻപിലേക്ക് വന്നതായിരിക്കാം എന്നും കാർത്തിക. അത് കേട്ടതും, അത് ശരിയാ കാർത്തിക ചേച്ചി, എന്തായാലും കണ്ടുപിടിച്ചേ മതിയാകും. ഇവനെ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഈ ഗംഗാപ്രസാദ്, ഇവനെ നമ്മൾ വെറുതെ വിട്ടാൽ ശരിയാവില്ല ചേച്ചി എന്നൊക്കെ പറയുക. അതേ മോളെ, അത് തന്നെയാണ് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞത്. അവനെപ്പോലെ ഒരു പക്ക ക്രിമിനൽ ഈ ലോകത്ത് വേറെ ഇല്ല. അവൻ എല്ലാവരെയും ഇതാക്കിക്കൊണ്ടിരിക്കുക. ഓരോരുത്തരെയും ഭീഷണിപ്പെടുത്തി അവൻ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഭയങ്കര പ്രശ്നമായിട്ടേ മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അവനെ സൂക്ഷിക്കണമെന്ന്. ആര് വന്ന് അടുത്ത് കൂടിയാലും കണ്ണുടച്ച് വിശ്വസിക്കരുതെന്ന്. മോളെ, എനിക്ക് നല്ല പേടിയുണ്ട്, നല്ല ടെൻഷനുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും അവനെ സൂക്ഷിക്കണം കല്യാണി. അവനെ ഇനി നമ്മൾ ഫോളോ ചെയ്തേ പറ്റൂ. ജെറി ജോൺ കല്യാണി നിങ്ങളുടെ വീട്ടിൽ വന്നാലും അവനെ എങ്ങനെയാണ്, ആരാണ്, എന്താണെന്നൊക്കെ ഒന്ന് കണ്ടുവെച്ചോ. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ചെയ്യാം. CCTV പോലും കേടാക്കിയിട്ടാണ് അവൻ ഇവിടെ നിന്ന് പോയത്. അതുകൊണ്ട് തന്നെ അവൻ ഇനിയും ആക്രമിക്കാൻ വരാൻ സാധ്യതയുണ്ട്. അത്രയ്ക്ക് ബുദ്ധിയുള്ള ക്രിമിനലാണ്. അത് ശരിയാ. അവൻ്റെ നമ്പർ സൈബർ സെല്ലിൽ കൊടുത്തപ്പോൾ അന്വേഷിച്ചപ്പോൾ മുഴുവനും അവൻ്റെ പേരിലുള്ള സിമ്മുകളല്ല, അതൊക്കെ വേറെ ആൾക്കാരുടെ പേരിലുള്ള സിമ്മുകളാണ്. അതൊക്കെ അവൻ്റെ കൂട്ടുകാരന്മാരാ, അവനെ പോലെയുള്ളവന്മാർ. അതുകൊണ്ട് തന്നെ എന്ത് സഹായം വേണമെങ്കിലും അവന് ചെയ്തു കൊടുക്കും. എന്തായാലും നമ്മളിനി അതിനെ ചൊല്ലി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തൊക്കെ സംഭവിച്ചാലും ഇനിയെല്ലാം നമ്മൾ പ്രതീക്ഷയോടെ വേണം നോക്കിയിരിക്കാൻ. കാരണം ആക്രമണം ഏത് സൈഡിൽ നിന്ന് വരുമെന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർത്തികയും കല്യാണിയും കിരണൊക്കെ ഇങ്ങനെ ഇരിക്കുക. ഈ സമയം എന്തായാലും അവനെ കണ്ടുപിടിച്ചേ മതിയാകും. അതിനുള്ള വഴി ഞാൻ അന്വേഷിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി നേരെ ഒരു വീട്ടിൽ പോയി കോളിംഗ് ബെൽ അടിക്കുക.
അപ്പോൾ ആ വീട്ടിലെ ചേച്ചി വാതിൽ തുറന്നു. ആ മോളായിരുന്നോ? എന്താ മോളെ എന്നും ആ ചേച്ചി ചോദിക്കുക. ചേച്ചി, ഇന്നലെ ഞങ്ങളുടെ വീട്ടിലൊരു സംഭവം നടന്നു, ശബ്ദം കേട്ടായിരുന്നു മോളെ, പേടിച്ചിട്ടാണ് വരാത്തത് എന്നൊക്കെ പറയാം. അത് പിന്നെ ചേച്ചി, ഇന്നലെ ഏതോ ഒരുത്തം വന്ന് ഞങ്ങളുടെ വീടിൻ്റെ CCTV വേസ്റ്റ് ആക്കിയിട്ട് അവനത് നശിപ്പിച്ചിട്ട് അത് റിപ്പയർ ആക്കിയിട്ട് എൻ്റെ അച്ഛനെ തല്ലിയിട്ട് പോയി ചേച്ചി. ആരാണെന്നൊന്നും അറിയില്ല. പിന്നെ അച്ഛനെ തല്ലാൻ അത്രയ്ക്ക് കരുത്തുള്ളവനാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അച്ഛൻ പിടിച്ചു നിന്നാനായിരുന്നു. അമ്മ തോക്ക് ചൂണ്ടിയതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. ആ എന്തായാലും ചേച്ചി, എനിക്കൊരു ഹെൽപ്പ് വേണം. എന്താ മോളെ, എന്താണേലും പറഞ്ഞോ എന്നും ചോദിക്കുകയാണ് നമ്മുടെ അപ്പോൾ ആ പെണ്ണ് ചോദിച്ചത് കേട്ട് നമ്മുടെ കല്യാണി, ചേച്ചി ഇവിടുത്തെ CCTVക്ക് കേടൊന്നും ഉണ്ടാവില്ലല്ലോ, അവൻ ഇവിടെ ബൈക്ക് നിർത്തിയിട്ടാണ് അപ്പുറത്തേക്ക് പോയിരിക്കുന്നത്. ആ അത് ഞാൻ അറിഞ്ഞായിരുന്നു മോളെ, രാത്രി ആരോ ബൈക്കിൽ വരുന്ന ശബ്ദവും ഞാൻ കേട്ടു. ആ എന്താ ചേച്ചി ഇവിടുത്തെ CCTV ഒന്ന് പരിശോധിക്കാമോ? അതിനെന്താ മോളെ, എല്ലാം റെക്കോർഡാക്കി വെച്ചിട്ടുണ്ട്, വാ വാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണിയെ വിളിച്ചുകൊണ്ട് അവരകത്തേക്ക് പോവുക. ഈ സമയം ലാപ്ടോപ്പ് എടുത്ത് കൊടുക്കാം. മോളെ, ഇന്നലെ ഏതാണ്ട് ഒരു 10-10:30 ആയപ്പോഴാണ് സംഭവം നടക്കുന്നത്. അതുകൊണ്ട് 10:30 മണിയുടെ ആ ഒരു റെക്കോർഡ് എടുത്ത് നോക്കും മോളെ. അത് കേട്ടതും നമ്മുടെ കല്യാണി 10:30 മണിയുടെ റെക്കോർഡ് എടുത്ത് നോക്കുക. അതിനകത്ത് ഹെൽമെറ്റ് ഇട്ട് ബൈക്കിൽ ഒരാൾ ഭയങ്കര സ്പീഡിൽ വരിക. അത് കണ്ടതും നമ്മുടെ കല്യാണിക്ക് ഏതാണ്ട് സംശയമൊക്കെ തോന്നുക. ഈശ്വര, ഇത് തന്നെയാണോ ജെറി ജോൺ? അത് തന്നെയാണോ ഗംഗാപ്രസാദ്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കല്യാണി ഇങ്ങനെ ഇരിക്കുവാണ്. ഈ സമയമാണെങ്കിൽ അവർ വന്നു. ഇയാളാ മോളെ, ഇയാളെന്തോ ഒന്ന് വന്നത്, നോക്കി ശരിക്കൊരു ഭീകര ലുക്കുണ്ട്, കറുപ്പ് ഡ്രസ്സും കറുപ്പ് ഹെൽമറ്റൊക്കെ ഇട്ട്, ശരിക്കും അയാളെ കണ്ടിട്ട് പേടി തോന്നുന്നു മോളെ എന്നൊക്കെ പറയാം. അതെ ചേച്ചി, ഞാനും ആ ടെൻഷനില്ല, ഇത് ആരാന്നൊന്നും അറിയില്ല, എന്തിനാ വന്നതെന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി ഇങ്ങനെ ഇരുന്ന് അവിടെ ഇതും എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോവുക. അതായത് അതിൻ്റെ ഇതൊക്കെ കോപ്പിയൊക്കെ കല്യാണിയുടെ മൊബൈലിലേക്ക് എടുത്തിട്ട്. ഈ സമയം അത് കിരണും കല്യാണിയും കൂടെ ഇരുന്ന് കാണുക. നോക്ക് കിരണേട്ടാ, ഇവനാ വന്നത്, ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ട് ജെറി ജോണിനെ പോലെ ഇല്ലേ, അപ്പോൾ ഇവൻ ഗംഗാപ്രസാദ് തന്നെയാണ്. അത് പിന്നെ കിരണേട്ടാ, നമ്മൾ ആ കണ്ണുകൾ കൊണ്ട് കാണുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് ജെറി ജോണിനെ പോലെ തോന്നുന്നേ. ഇനി ഇത് വേറെ ആരെങ്കിലും ആണെങ്കിലോ? അങ്ങനെ വരാൻ സാധ്യതയില്ല കല്യാണി, എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇത് ഗംഗാപ്രസാദ് തന്നെയാണ്, അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചേ മതിയാകും എന്നും പറയുക. അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ കല്യാണി ഇങ്ങനെ ആലോചിക്കുക. ഈശ്വര, എന്തായിരിക്കും പ്രശ്നം, എന്തായിരിക്കും അവസ്ഥ, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ, ഇത് ജെറി ജോണോ ഗംഗാപ്രസാദോ, എന്ത് ചെയ്യണം, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ കല്യാണി ഇങ്ങനെ ഇരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് വിക്രത്തെയാണ്. ദേ, എന്തായാലും നമ്മൾ സൂക്ഷിച്ചേ മതിയാവും, അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ പറ്റില്ല. എന്തൊക്കെ സംഭവങ്ങളുണ്ടായാലും ആ കിരണിൻ്റെ അച്ഛനെ തല്ലി വീഴ്ത്താൻ പറ്റി, പക്ഷെ അവനെ കൊല്ലാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം എനിക്കുണ്ട്. എന്തായാലും കിരണും കല്യാണിയൊക്കെ എന്നെ സംശയിച്ച് തുടങ്ങിയോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. ആ അത് ചിലപ്പോൾ ഉറപ്പായിട്ട് സംഭവിച്ചിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ, ആ കല്യാണിയെ ബുദ്ധിയുള്ള കൂട്ടത്തിലാണ്, പഠിക്കാനൊന്നും ഞങ്ങൾ വിട്ടിട്ടില്ല. പക്ഷേ ആ കിരണെന്ന് പറയുന്നവനുണ്ടല്ലോ, അവളെ പഠിപ്പിച്ച് വലിയ നിലയിലെത്തിച്ചു. വീട്ടിലിരുന്ന് തന്നെ പഠിച്ച് അവൾ ഈ നിലയിലെത്തിയത്. ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ എന്നെക്കാളും കൂടുതൽ അറിയാം, ഡിഗ്രിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, എന്നാൽ എന്നേക്കാളും മുകളിലാണ് അവളുടെ പഠിപ്പ്. അതിൻ്റെ ഒരു അസൂയ എനിക്കുണ്ട്. ക്രിമിനൽ ബുദ്ധിയും ഉണ്ട് അവൾക്ക്, ഒരു വക്കീലായിട്ട് വാദിക്കാൻ പോലും അവൾക്ക് കഴിയും. അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ. അവളുടെ ബുദ്ധിയെ കുടില ബുദ്ധി. അതുകൊണ്ട് സൂക്ഷിക്കണം ഗംഗേട്ട. നമ്മളെ അവൾ അങ്ങനെ വിശ്വസിക്കുന്ന പോലെ അഭിനയിക്കും, പക്ഷെ നമ്മുടെ മുൻപിൽ അവളെല്ലാം അറിഞ്ഞിട്ടുള്ള കളിയായിരിക്കും അത് കേട്ടതും ആകെ ഇതായിട്ട് നമ്മുടെ ഗംഗാപ്രസാദ്, എന്നാൽ പിന്നെ ഞാനൊന്ന് അവിടം വരെ പോയി നോക്കിയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഗാപ്രസാദ് വണ്ടി കയറി അങ്ങ് പോവുക. ഗംഗാപ്രസാദ് പോയി കഴിഞ്ഞതും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിയാണ്. കല്യാണി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഗംഗാപ്രസാദ് അതിലേ വരുന്നത് കല്യാണി കാണുക. ഗംഗാപ്രസാദിനെ തുറച്ച് നോക്കിയിട്ട് കല്യാണി ദീപയോടും താരയോടും, അതേ വരുന്നത് അവനാ, ആ ജെറി ജോൺ, അയാളെ സൂക്ഷിക്കണം ജെറിയേട്ടൻ, നമ്മൾ ഇത്രയും നാളും പ്രതീക്ഷിച്ചത് അയാൾ നല്ലവനാന്നാ, പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല, അയാൾ എന്തോ കുടില ബുദ്ധി ഒപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ജെറി ജോണും ഗംഗാപ്രസാദും ഒന്നാണോ എന്നൊരു സംശയം എനിക്ക് മനസ്സിലുണ്ട്. അവനെ അങ്ങ് കണ്ണുടച്ച് വിശ്വസിക്കേണ്ട. പിന്നെ നമ്മളിങ്ങനെ ഒരു സംശയമുള്ള കാര്യം അവൻ അറിയാനേ പാടില്ല. എന്തൊക്കെയായാലും അവൻ്റെ മനസ്സിൽ നമ്മളോടുള്ള സ്നേഹം അവൻ അഭിനയിക്കുകയാണെന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മളിപ്പോൾ ഓരോന്നിങ്ങനെ ആലോചിച്ചേ പറ്റൂ. എന്തായാലും ദേ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും. അത് കേട്ടത് ശരി. അല്ല മോളെ, അപ്പം പിന്നെ എന്തിനാ വാതിൽ തുറക്കുന്നേ? ഇപ്പം തുറക്കണ്ട, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി, ഞാൻ പോയി ഒന്ന് കിരണേട്ടനെ ഇതാക്കി കിടത്തട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി അകത്തേക്ക് ഓടുക. എന്നാലും ആരെ വിശ്വസിക്കേണ്ടെന്നൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ താരെ എന്നൊക്കെ പറയാം. അത് കേട്ടത് എന്ന് തലയാട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ
നമ്മുടെ കല്യാണിയോട് ചെന്ന് കിരണിനോട് കാര്യങ്ങൾ പറയാം. അപ്പം തന്നെ കിരൺ കയ്യിൽ ഇതൊക്കെ ഇട്ടിട്ട് അങ്ങനെ കിടക്കുവാണ്. കിരണേട്ടാ സൂക്ഷിക്കണം, അവനോട് സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും വർത്തമാനം പറയുമ്പോഴും എന്ത് പറയുമ്പോഴും ഓരോ ചലനവും ശ്രദ്ധിച്ചോളണം കേട്ടല്ലോ, അപകടകാരിയാണവൻ. ചിലപ്പോൾ കിരണേട്ടനെ ഇവിടെ ഇട്ട് ഉപദ്രവിക്കാൻ അത്രയ്ക്കുള്ള ധൈര്യമൊന്നും അവനില്ല കല്യാണി എന്നൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ നിൽക്കും, ഞാൻ പോയി ജ്യൂസ് എടുത്തുകൊണ്ട് വരാം എന്നും പറഞ്ഞ് കല്യാണി ഓടി ജ്യൂസ് എടുക്കാനായിട്ട് അടുക്കളയിലേക്ക് പോവുക. ഈ സമയം കോളിംഗ് ബെൽ അടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ദീപയും താരയും വാതിൽ തുറന്നു. ആഹാ, രണ്ടുപേരും ഉണ്ടല്ലോ. മോനായിരുന്നോ? അകത്തേക്ക് വാ മോനെ. ഓ ഭാഗ്യം, ഇവർക്ക് സംശയമൊന്നുമില്ല എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ ജെറി ജോൺ ആകെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക. മോനെന്താ അവിടെ നിന്ന് ആലോചിക്കുന്നേ? അകത്തേക്ക് വാ. അല്ല, ആൻറ്റി ഇവിടെ തന്നെ അങ്ങ് കൂടിയോ? ഇവിടെ നിന്നെങ്ങും പോകുന്നില്ലേ മോളുടെ അടുത്തേക്ക്? ഓ എന്ത് പറയാനാ മോനെ, ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. കാരണം ഒറ്റയ്ക്ക് വിട്ടാലേ ആകെ മൊത്തം പ്രശ്നമാണ്. സ്വന്തം മകൾ തന്നെ അമ്മയെ കൊല്ലാൻ നടക്കുക ആയുധവുമായിട്ട്. അങ്ങനെയുള്ളപ്പോൾ താരയെ എങ്ങോട്ടും വിടുന്നില്ല, ഇവിടെ തന്നെ നിർത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് കേട്ടതും അതല്ലേലും ചില മനുഷ്യർ അങ്ങനെ ആൻറ്റി, ആരെയും കണ്ണു അടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. ആരെ വിശ്വസിക്കുന്നോ അവരായിരിക്കും ചിലപ്പോൾ നമ്മളെ പുറകിൽ നിന്നും കുത്തുന്നത്. അതുകൊണ്ട് സ്വന്തം മകൾ തന്നെ ആൻറ്റിക്ക് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് വിധി എഴുതുകയാണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻറ്റി സൂക്ഷിക്കണം. ആൻറ്റിയുടെ മകളാണെങ്കിലും എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൽ എനിക്ക് നല്ല ടെൻഷനുണ്ട് എന്നൊക്കെ പറയണം. അത് കേട്ടതും സാരമില്ല മോനെ, മോൻ്റെ ഈ നല്ല മനസ്സ് അതാർക്കും മനസ്സിലാവില്ല, ഞങ്ങൾക്ക് മനസ്സിലാവും. മോന് നല്ല മനസ്സുള്ളത് കൊണ്ടാണല്ലോ മോൻ എൻ്റെ കിരൺ മോനെ രക്ഷിച്ചതും അവനെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരുന്നതും. അതാ അങ്ങനെ ആൻറ്റി, പക്ഷെ ആരെയും വിശ്വസിക്കേണ്ട കണ്ണുടച്ചിട്ടോ എന്നൊക്കെ പറയാം. അല്ല കിരൺ എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല മോനെ, ഒരേ കിടപ്പ. എന്ത് ചെയ്യാനാ, ഞങ്ങളെ ഒന്നും തിരിച്ചറിയുന്ന പോലുമില്ല. എപ്പോഴും എന്ത് സ്നേഹത്തോടെ എൻ്റെ മരുമോൻ വന്നുകൊണ്ടിരുന്നത്. ശരിക്കും അവൻ എനിക്ക് മരുമോനായിരുന്നില്ല, മോനായിരുന്നു. അവൻ്റെ കിടപ്പ് കാണുമ്പോൾ എനിക്ക് സഹിക്കണില്ല മോനെ. എല്ലാം ശരിയാവും ആൻറ്റി, പേടിക്കണ്ട. ദൈവാനുഗ്രഹം എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, സമാധാനമായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടക്കുക. ഈ സമയം ജെറി ജോൺ വാതിക്കെ പോയി ഇങ്ങനെ നോക്കുക. അപ്പോൾ കല്യാണി കിരണിന് വായിൽ ജ്യൂസ് ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഈ സമയം ജെറി ജോണിനെ കണ്ടത് കല്യാണി തുറച്ചു നോക്കുക. ജെറിയേട്ടനോ? വാ ജെറിയേട്ടാ. എങ്ങനെയുണ്ട് കല്യാണി? കിരണിനിപ്പോൾ ഒരു മാറ്റവും ഇല്ല ജെറിയേട്ടാ, അന്നത്തേക്കെ പോലെ തന്നെ. എന്ത് ചെയ്യാനാ, ഞങ്ങളുടെ കഷ്ടകാലം എന്ന് പറയാമല്ലോ. എന്തായാലും ഓരോരോ പ്രശ്നങ്ങളിങ്ങനെ ഞങ്ങൾക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുക. ഞങ്ങളാർക്കും ഒരു ദ്രോഹം ചിന്തിച്ചിട്ടില്ല. എന്നാൽ എല്ലാവരും ഞങ്ങളെ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് നല്ല സങ്കടമുണ്ട് ചെറിയേട്ടാ. സാരമില്ല കല്യാണി, എന്തായാലും എല്ലാം ശരിയാവും. ദൈവത്തെ പോലെ ഞാൻ വന്ന് രക്ഷപ്പെടുത്തിയില്ലേ, അതുപോലെ കിരണിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ദൈവങ്ങൾ തന്നെ മുന്നിൽ നിൽക്കും. ഡോക്ടർ പോലും പറഞ്ഞത് ഇനി മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇത്രയും ദിവസമായില്ലേ ഇനി കിരണേട്ടൻ ഇങ്ങനെ തന്നെ കിടക്കുന്ന ആ ഒരു സങ്കടവും പേടിയും എനിക്കുണ്ട് ചെറിയേട്ടാ. അതിനിടയില ഇന്നലെ ഒരു സംഭവം നടന്നത്. എന്തു പറ്റി? ഒന്നും അറിയാത്ത പോലെ ജെറി കല്യാണിയോട് ചോദിച്ചു. അത് പിന്നെ ചെറിയേട്ടാ, എൻ്റെ അച്ഛനുണ്ടല്ലോ, കിരണേട്ടൻ്റെ അച്ഛനെ ഇന്നലെ ആരോ വീട്ടിൽ കയറി ആക്രമിച്ചു. കിരണേട്ടൻ്റെ അച്ഛന് നല്ല തടിയും തൻ്റെ ഇടമൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് എതിർത്ത് നിന്നു. പക്ഷെ നല്ല ആരോഗ്യമുള്ള ഒരുത്തനാ കിരണേട്ടൻ്റെ അച്ഛനെ തല്ലിയത്. അതുകൊണ്ട് ആകെ സങ്കടത്തിലായിരുന്നു ഞങ്ങളൊക്കെ എന്നും പറയുക. അത് കേട്ടതും ജെറി ജോണിൻ്റെ മുഖഭാവം അങ്ങ് മാറുക. അപ്പോൾ കല്യാണി അത് ശ്രദ്ധിക്കുകയാണ് കിരണം. ഈ സമയം നമ്മുടെ ജെറി ജോൺ ഒന്നും പറയണ്ട, അതും ചിലപ്പോൾ കിരണിൻ്റെ അങ്കിള് തന്നെയായിരിക്കും ചെയ്തത്. ആ ഒരു സംശയം ഞങ്ങൾക്കുണ്ട് ചെറിയേട്ടാ. ഞാൻ അവിടെ ചെന്ന് അയാളെ കാണുകയും ചെയ്തു. പക്ഷെ അയാൾ തല്ലുകൊണ്ട് കിടക്കുകയാണെങ്കിലും അയാൾ ചിലപ്പോൾ ഇത് മനഃപൂർവ്വം വേറെ ആരെങ്കിലും വിട്ട് ചെയ്യിച്ചാണെങ്കിലോ? അതും ശരിയാ, ആ സംശയവും ഞങ്ങൾക്കുണ്ട്. മറ്റു പലരെയും ഞങ്ങൾക്ക് സംശയമുണ്ട് ചെറിയേട്ടാ. എല്ലാവരെയും കണ്ടുപിടിച്ചേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി നിൽക്കുക. ചെറിയേട്ടൻ ഇരിക്കും, ഞാൻ പോയി ചായ എടുത്തുകൊണ്ട് വരാം. ഒന്നും വേണ്ട കല്യാണി, അത് പറഞ്ഞാൽ പറ്റില്ല. എൻ്റെ കിരണേട്ടൻ്റെ ജീവൻ രക്ഷിച്ച ആളാ. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ ഒന്നും തരാതെ ഞങ്ങൾക്ക് വിടാൻ കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി അങ്ങ് അകത്തേക്ക് ചെല്ലുക. ഈ സമയം കല്യാണി അകത്തേക്ക് പോയി കഴിഞ്ഞതും അടുക്കളയിലേക്ക് പോയി കഴിഞ്ഞതും നമ്മുടെ കിരണാണെങ്കിൽ ഇങ്ങനെ കിടക്കുക. അത് കണ്ടിട്ട് എന്ത് ചെയ്യാനാ കിരണേ, അങ്കിൾ തന്നെ സ്വന്തം അമ്മാവൻ തന്നെ ആപത്തായി നിൽക്കുകയാണല്ലോ മനുഷ്യരുടെ ഓരോരോ കാര്യങ്ങളെ എന്നൊക്കെ ആലോചിക്കുക. അമ്മാവനാണോ കൂടെ മുന്നിൽ നിന്ന് ചിരിക്കുന്നവനാണോ എന്ന് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുവാടാ. താരം തിരിച്ചുകൊണ്ടിരിക്കുക, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്നും ആലോചിച്ചുകൊണ്ട് കിരണം നിൽക്കുക. ഈ സമയം കല്യാണി വെളിയിൽ പോയി ബുള്ളറ്റിൻ്റെ ഫോട്ടോയൊക്കെ എടുക്കുകയാണ്. നന്നായിട്ട് നമ്പറും ഫ്രണ്ട് ഭാഗവും സൈഡ് ഭാഗവും ബാക്കും ഒക്കെ ഫോട്ടോ എടുത്തു. അതിനുശേഷം കാർത്തികയെ ഫോൺ വിളിച്ചു. കല്യാണി, എന്താ കല്യാണി? കാർത്തിക ചേച്ചി, ഒന്ന് അത്യാവശ്യമായിട്ട് വീട് വരെ വരണം. എന്താ കല്യാണി? അതൊക്കെ വന്നിട്ട് പറയാം, പെട്ടെന്ന് വാ. വെച്ച് താമസിപ്പിക്കരുത്, പെട്ടെന്ന് തന്നെ വരണേ. ശരി കല്യാണി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാർത്തിക ഫോൺ കട്ട് ചെയ്യുക.
ഈ സമയം കല്യാണി ആലോചിക്കുകയാണ്, ഇന്നത്തോടെ അവൻ്റെ എല്ലാ കള്ളത്തരങ്ങളും പൊളിക്കണം. അവനെ വെറുതെ വിടരുത്, ഒരിക്കലും വെറുതെ വിടരുത്. എൻ്റെ കിരണേട്ടനെ ഈ അവസ്ഥയിലാക്കിയ, എൻ്റെ അച്ഛനെ ഈ അവസ്ഥയിലാക്കിയവനെ ഒരു കാലത്തും വെറുതെ വിടരുത്. കാർത്തിക ചേച്ചി വരുന്നതോടുകൂടെ എൻ്റെ എല്ലാ സംശയങ്ങളും തീരും. ഗംഗാപ്രസാദും ജെറി ജോണും ഒരേ ആളാണ്. അവനെ കണ്ടുപിടിച്ചേ മതിയാകൂ, അവൻ്റെ മുഖംമൂടി വലിച്ചു കീറിയേ മതിയാകൂ എന്നും പറഞ്ഞ് കല്യാണി നിൽക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ.